ബംഗ്ലാദേശിൽ വൻ ന്യൂനപക്ഷ വേട്ടയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് യൂനിസിന്റെ സർക്കാർ അധികാരത്തിലേറിയ ശേഷം ന്യൂനപക്ഷങ്ങൾ അവിടെ വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ആയിരുന്നു, ഡിസംബർ 25. ഈ ക്രിസ്മസ് ദിനത്തിൽ ബംഗ്ലാദേശിലെ മതമൗലികവാദികൾ ക്രിസ്ത്യാനികൾക്ക് നേരെ അവിടെ വലിയൊരു ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. നമ്മുടെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഇത് നിങ്ങളിലേക്ക് എത്തിച്ചോ? അതായത് ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചോ? ഇത് ഒരുപക്ഷെ ന്യൂസ് ഇന്ത്യ മലയാളമായിരിക്കും ആദ്യമായി നിങ്ങളോട് പറയുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളുമെല്ലാം ഈ വാർത്ത വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും മറ്റ് അടുപ്പുകൂട്ടി ചർച്ചക്കാരും ഒന്നും ഇത് കണ്ട ഭാവം നടിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ന്യൂനപക്ഷ ആക്രമണം ബംഗ്ലാദേശിൽ ശമിക്കുന്നില്ല. ഹിന്ദുക്കൾക്ക് പകരം ക്രിസ്ത്യാനികൾക്ക് നേരെയാണ് ക്രിസ്മസ് ദിവസം അവിടെ വലിയ രീതിയിലുള്ള ആക്രമണം നടന്നത്. ഒരു ഗ്രാമത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികളെയും ചുട്ടുകൊല്ലാനുള്ള ശ്രമമാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. 19 വീടുകൾക്കാണ് അവിടെ മതമൗലികവാദികൾ തീയിട്ടത്. എന്നാൽ ഭാഗ്യവശാൽ അടുത്ത ഗ്രാമത്തിലേക്ക്, തങ്ങളുടെ ഗ്രാമത്തിൽ പള്ളിയില്ലാത്തത് കൊണ്ട്, അതായത് ക്രിസ്ത്യൻ പള്ളിയില്ലാത്തത് കൊണ്ട് അടുത്ത ഗ്രാമത്തിലേക്ക് ആരാധനയ്ക്കായി പോയിരുന്ന ക്രിസ്ത്യാനികൾ അവിടെ ആയതുകൊണ്ട് മാത്രം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ്. ബന്ദർബനിൽ ക്രിസ്മസിന് ക്രിസ്ത്യൻ സമുദായത്തിന്റെ 17 വീടുകളാണ് മതമൗലികവാദികൾ കത്തിച്ചു കളഞ്ഞത്. ഈ ബന്ദർബൻ എന്ന് പറയുന്നത് ഒരു ജില്ലയാണ്. ഈ ജില്ലയിലെ ചിറ്റഗോങ് ഹിൽ ട്രാക്റ്റിലെ സരായ് യൂണിയനിലാണ് ഈ സംഭവം നടക്കുന്നത്. പോരാത്തതിന് തങ്ങളുടെ ഗ്രാമത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പള്ളിയില്ലാത്തതിനാൽ ത്രിപുര ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് അടുത്ത ഗ്രാമത്തിലേക്ക് ആരാധനയ്ക്കായി അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കായി പോയത്. ഈ സമയത്താണ് അവിടെ ആക്രമണം നടന്നിരിക്കുന്നത്. നവബേട്ടച്ചാരാപ്പാറ എന്ന ഗ്രാമത്തിലാണ് ഈ സംഭവം പ്രധാനമായും നടന്നിരിക്കുന്നത്. അതായത് ഈ ഗ്രാമമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഗ്രാമത്തിൽ നിലവിൽ ആൾക്കാർ പൂർണ്ണമായി ഒഴിഞ്ഞു പോയിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ആരും നിലവിൽ താമസിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. ആ ആൾക്കാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്തായിരുന്നാലും ഇവർ പോയ സമയം, ഇവർ പോയതറിയാതെയാണ് ഈ ആക്രമികൾ വന്ന് തീയിട്ടത് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ലാമ ഉപസിലയിലെ സറായ് യൂണിയനിലെ വാർഡ് നമ്പർ 8 വീടുകളാണ് അവിടെ പൂർണ്ണമായും കത്തി നശിച്ചത്. അടുത്തുള്ള ടോംഗ്യാൻഗിരി ഗ്രാമത്തിലായിരുന്നു വേറൊരു പള്ളി അവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് അടുത്ത ഗ്രാമത്തിൽ, ആ ഗ്രാമത്തിന്റെ പേരാണ് ടോംഗ്യാൻഗിരി ഗ്രാമം. അവിടെയുള്ള ആരാധനയ്ക്ക് അങ്ങോട്ടേക്ക് പോയിരിക്കുകയായിരുന്നു. 19 വീടുകൾ തീയിട്ടതിൽ 17 വീടുകൾ പൂർണ്ണമായും കത്തി നശിച്ചു എന്ന റിപ്പോർട്ടുകളും ഇവിടെ നിന്നും വരുന്നുണ്ട്. എന്തായിരുന്നാലും ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് വലിയ രീതിയിൽ പുകപടലങ്ങൾ ഉയരുന്നത് കണ്ടിട്ടാണ് ഇവരെല്ലാം തന്നെ തിരിച്ച് ഓടി എത്തുന്നത്. തങ്ങളുടെ വീടുകൾ കത്തി നശിക്കുന്നത് കണ്ട് ഇവർ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന കാഴ്ചയും അവിടെയുള്ള ആൾക്കാർ കണ്ടതാണ്. പോരാത്തതിന് ഇവരുടെ വീടുകൾ പെട്ടെന്ന് തന്നെ കത്തി നശിച്ചു. കാരണം ഇവരുടെ വീടുകൾ പണിതിരുന്നത് വൈക്കോലും മുളയും അങ്ങനെയുള്ള ചില സാധന സാമഗ്രികൾ കൊണ്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കത്തി നശിച്ചു. നിലവിൽ അവിടെ നിന്നും കൂട്ടപ്പലായനം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഈ ക്രിസ്ത്യാനികൾ. കാരണം അവിടെ താമസിക്കുന്നത് തങ്ങൾക്ക് അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിന്, തങ്ങളുടെ ജീവന് ഭീഷണിയാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇവർ അവിടെ നിന്നും കൂട്ടപ്പലായനം ചെയ്യാൻ പോവുകയാണ്. ഇവരിൽ പല ആൾക്കാരുടെയും ബൈറ്റുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളുമെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്ക അടക്കം ഇടപെട്ടിട്ട് പറഞ്ഞതാണ് ബംഗ്ലാദേശിനോട് മതപരമായി വേർതിരിച്ച് ആൾക്കാർക്ക് ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളും നൽകരുത് എന്ന്. അതിനുശേഷം തന്നെയാണ് അവിടെ ക്രിസ്ത്യാനികൾക്ക് നേരെ ഇപ്പോൾ ശക്തമായിട്ടുള്ള ആക്രമണം ബംഗ്ലാദേശിലെ മതമൗലികവാദികൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.